ഹലോ ഫ്രണ്ട്സ്, വെറും 3 സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു പത്തിരി ഉണ്ടാക്കിയാലോ. ഇതിനാദ്യം വേണ്ടത് കപ്പയാണ് കേട്ടോ. കപ്പയ്ക്ക് പല നാട്ടിലും പല പേരാണല്ലോ. മരച്ചീനി, പൂള, അങ്ങനെ എന്തൊക്കെയോ പറയുമല്ലോ. അപ്പോൾ കപ്പ നമുക്ക് നന്നായിട്ട് കഴുകിയതാ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. ചില കപ്പയുടെയൊക്കെ ഉള്ളിലായിട്ട് ഇങ്ങനെ നാരുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിയാൻ. ചെറുതാക്കി അരിഞ്ഞ കപ്പയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. വെള്ളം ഇല്ലാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാകമാകണം. കപ്പ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം തീരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. വാഴയിലയിൽ വെച്ചിട്ടാട്ടോ നമ്മളിത് ചുട്ടെടുക്കണത്. അപ്പം അമ്മ വാഴയിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് അരിപ്പൊടിയും തേങ്ങ ചിരകിയതാണ് കേട്ടോ. അരിപ്പൊടി നമ്മൾ ചേർക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരച്ചെടുത്ത് വെച്ച കപ്പയില്ലേ, അതിനൊരു കട്ടിയൊക്കെ കിട്ടണ്ടേ. നമ്മൾ പരത്തുമ്പം ഒരു മയം വേണമല്ലോ, അതിനും. പിന്നെ തേങ്ങ നമുക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഒന്നും കൂടി സ്വാദ് ഏറല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്കത് മൂന്നും കൂടി നല്ല മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മിക്സ് ചെയ്തെടുത്തത് വാഴയിലയിൽ കുറച്ച് എണ്ണയൊക്കെ തടയി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചത് അങ്ങ് പരത്തി കൊടുത്താൽ മാത്രം മതി. പരത്തി നല്ല റൗണ്ട് ഷേപ്പിലെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു വാഴയില എടുത്ത് അത് മൂടി വയ്ക്കാം. ഞങ്ങളൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് പത്തിരീൻ്റെ വാഴയിലാക്കി വെച്ചത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. വാഴയിലയിൽ വെക്കുമ്പോൾ വേറൊരു രുചിയാണല്ലോ. ഇനി നമുക്കത് മറിച്ചിട്ട ശേഷം നമ്മൾ മേലത്തെ ഇല മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് മറിച്ചിടേണ്ടതാണ്. അത് കഴിയുമ്പോൾ ആ വാഴയിലയും കൂടി നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ ഒന്ന് ചുട്ടെടുക്കുക. നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കപ്പപ്പത്തിരി അഥവാ പൂളപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.